ആലോചിച്ചു, ലോകത്തിൽ ഇന്നോളം ഏത് കാലത്തും ഒരു തീർത്ഥാടനത്തിന്റെയും പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം ഈശ്വരഭക്തി അല്ലാതെ മറ്റൊന്നല്ല. ഈശ്വരഭക്തിയെ കണക്കാക്കിയാണ്, അതിനെ കേന്ദ്രമാക്കിയാണ് ലോകത്തിലെ ഏത് തീർത്ഥാടനവും നടക്കുക. അങ്ങനെ അല്ലാത്ത ഒരു തീർത്ഥാടനം ലോകത്തുണ്ടെങ്കിൽ അത് കേരളത്തിലാണ്, ശിവഗിരിയിലാണ്. ഇന്ന് ശിവഗിരിയിൽ ഇരിക്കുന്നവർക്ക് അത് എത്രമാത്രം അറിയുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ശിവഗിരി തീർത്ഥാടനത്തിന്റെ പ്രഥമ ലക്ഷ്യമായി ഗുരുദേവൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുള്ളത് വിദ്യാഭ്യാസമാണ്. രണ്ടാമത്തേത് കൃഷിയാണ്, മൂന്നാമത്തേത് ശുചിത്വമാണ്, നാലാമത്തേത് സംഘടനയാണ്, അഞ്ചാമത്തേത് വ്യവസായമാണ്, ആറാമത്തേത് കൈത്തൊഴിലാണ്, ഏഴാമത്തേത് ശാസ്ത്ര സാങ്കേതിക ജ്ഞാനമാണ്, എട്ടാമത്തേത് കച്ചവടമാണ്. ഇത്തരത്തിൽ ഒരുപക്ഷെ കേരളീയ ജനതയെ നവോത്ഥാനത്തിന്റെ രാജപാതയിലേക്ക് ആനയിക്കാൻ തക്ക 8 ലക്ഷ്യങ്ങൾ നിർണയിച്ചു കൊടുക്കുന്നുണ്ട് ഗുരുദേവൻ. 8 ലക്ഷ്യങ്ങൾ. പള്ളിക്കൂടങ്ങളാണ് ഇനി കേരളത്തിൽ സ്ഥാപിക്കേണ്ടതെന്ന് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ഈ പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയിട്ടുള്ളൂ. എന്തിനാണ് അന്ന് സ്കൂളുകൾ സ്ഥാപിക്കണമെന്ന് ഗുരുദേവൻ പറഞ്ഞത്? എന്തിനാണെന്നുള്ളത് അത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ വിവേചനങ്ങളില്ലാത്ത സോദരത്വേനയുള്ള ഒരു സമൂഹ സൃഷ്ടിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാണ് എന്നുള്ള കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടു കൂടിയാണ്. അയ്യങ്കാളിയോട് മഹാത്മാഗാന്ധി ചോദിക്കുന്നുണ്ട്. ഗാന്ധി വൈക്കം സത്യാഗ്രഹത്തിന്റെ സമയത്ത് കേരളത്തിൽ വന്നപ്പോ അന്നത്തെ പ്രധാനപ്പെട്ട സാമുദായിക രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ ഗാന്ധി കണ്ടുമുട്ടുന്നുണ്ട്. ഗാന്ധി അയ്യങ്കാളിയെ കണ്ടപ്പോൾ ചോദിച്ച ചോദ്യം, മിസ്റ്റർ കാളി, താങ്കളുടെ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അയ്യങ്കാളി നൽകുന്ന മറുപടിയുണ്ട്. അയ്യങ്കാളി പറയുന്നുണ്ട്, എന്റെ സമുദായത്തിൽ നിന്ന് 10 BA-ക്കാരുണ്ടായി കാണണമെന്നാണ്. വൈക്കം ക്ഷേത്ര സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് എന്റെ സമുദായക്കാർക്ക് ക്ഷേത്രത്തിൽ കടക്കാനുള്ള അനുവാദം ലഭിക്കണം എന്നല്ല, എന്റെ സമുദായക്കാർക്ക് വഴി നടക്കാനുള്ള അവകാശം ലഭിക്കണമെന്നല്ല വില്ലുവണ്ടി സമരം നടത്തിയ അയ്യങ്കാളി പറയുന്നത്. മറിച്ച് എന്റെ സമുദായത്തിൽ നിന്ന് 10 BA-ക്കാരുണ്ടായി കാണണമെന്നാണ്. വിദ്യാഭ്യാസമായിരുന്നു കേരളം മുന്നോട്ട് വെച്ച ബദൽ എന്ന് പറയുന്നത്. ആ വിദ്യാഭ്യാസത്തിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ വിവേചനരഹിതമായ, മനുഷ്യർക്ക് മനുഷ്യരെ അകറ്റി നിർത്താത്ത, മനുഷ്യർ തമ്മിലുള്ള വിവേചനങ്ങൾ അവസാനിപ്പിച്ച ഒരു പുതിയ ലോകപ്പിറവി നമ്മൾ സാധ്യമാക്കിയെടുത്തത്.